മറ്റന്നാൾ യമനിൽ വധശിക്ഷ നടപ്പാക്കാനിരിക്കെ നിമിഷപ്രിയയുടെ മോചനത്തിനായി തീവ്രശ്രമം കേന്ദ്ര ഇടപെടൽ ആവശ്യപ്പെട്ട് നൽകിയ ഹർജി സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. കേന്ദ്ര സർക്കാരിനായി അറ്റോർണി ജനറൽ ഹാജരായി മറുപടി നൽകും. നിമിഷപ്രിയയുടെ വധശിക്ഷ റദ്ദാക്കാൻ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാരും നിർണായക ഇടപെടലുമായി രംഗത്തു വന്നു. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ചേരുന്നു. ബൽറാം, പറയൂ. SKN നിമിഷപ്രിയ കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ നിന്നുണ്ടാകുന്ന ഏത് തീരുമാനവും. ജസ്റ്റിസ് വിക്രംനാഥ്, ജസ്റ്റിസ് സന്ദീപ് മേത്ത എന്നിവരടങ്ങുന്ന 3-ാം നമ്പർ കോടതി 63ാമത്തെ ഐറ്റമായാണ് ഈ ഹർജി ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഉച്ചയ്ക്ക് 11:00 11 മണിക്കും 12 മണിക്കും ഇടയായി ഈ ഹർജി പരിഗണിക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. പ്രധാനമായും ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ സംബന്ധിച്ചുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നെങ്കിലും ഈ വിഷയത്തിൽ ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണമോ വിശദീകരണമോ ഇതുവരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നോ യമന്റെ ഭാഗത്തു നിന്നോ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ നിലപാട് അറിയിക്കുമ്പോൾ അതിൽ ഇത് സംബന്ധിച്ചുള്ള വ്യക്തത ഉണ്ടാകും. ഔദ്യോഗികമായ കേന്ദ്ര സർക്കാരിൻ്റെ ആദ്യ വിശദീകരണമാകും ഇന്ന് കോടതിയിൽ ഉണ്ടാകുക. ഒപ്പം തന്നെ ഈ ഹർജിയിൽ പ്രധാനമായും നിമിഷപ്രിയയുടെ മോചനത്തിനായി നയതന്ത്ര ഇടപെടൽ ആവശ്യപ്പെടുന്നു. ഒപ്പം തന്നെ ദയാധനം നൽകാൻ തയ്യാറാണ്. എന്നാൽ അതിനായി ഈ കൊല്ലപ്പെട്ട തലാലിൻ്റെ കുടുംബവുമായി ചർച്ചയ്ക്ക് സൗകര്യമൊരുക്കണം എന്നാണ് ആവശ്യപ്പെടുന്നത്. ഈ വിഷയവുമായി ബന്ധപ്പെട്ട കേന്ദ്ര സർക്കാർ ഇതുവരെയും നയതന്ത്ര തലത്തിൽ ഏതെല്ലാം ഇടപെടലുകൾ നടത്തി, ഒപ്പം തന്നെ ചർച്ചയ്ക്ക് ഉള്ള സൗകര്യമൊരുക്കുന്നതിന് വേണ്ടി മറ്റ് രാജ്യങ്ങളോ അല്ലെങ്കിൽ നയതന്ത്ര തലത്തിലോ നടത്തിയ മറ്റ് ഇടപെടലുകൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങളും ഇന്ന് കോടതിയിൽ കേന്ദ്ര സർക്കാർ ധരിപ്പിക്കുന്നുണ്ട്. അറ്റോർണി ജനറൽ മുഖേന ഇക്കാര്യങ്ങൾ അറിയിക്കാനാണ് സുപ്രീം കോടതി ഈ ഹർജി പരിഗണിക്കാൻ തീരുമാനിച്ച ഘട്ടത്തിൽ തന്നെ കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഈ വിഷയങ്ങൾ സംബന്ധിച്ചുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം കേസിനെ സംബന്ധിച്ചിടത്തോളം നിർണായകമായി മാറും. അതേസമയം നിമിഷപ്രിയയ്ക്ക് സഹായവുമായി മറ്റ് സംഘടനകൾ, വ്യക്തികൾ ഉൾപ്പെടെ രംഗത്ത് വന്നിരിക്കുന്നു എന്നുള്ളതും നിർണായകമാണ്. ഈ ധനസമാഹരണം ഒരു പ്രധാന പ്രതിസന്ധിയായി ആദ്യഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നുവെങ്കിൽ പോലും ഈ വധശിക്ഷയുടെ തീയതി തീരുമാനിച്ച ഒരു ഘട്ടത്തിൽ ഒട്ടേറെ പേർ വീണ്ടും നിമിഷപ്രിയയ്ക്ക് സാമ്പത്തികമായ സഹായത്തോടൊപ്പം തന്നെ ഈ വിഷയത്തിൽ മറ്റ് ചർച്ചകൾക്ക് ഉൾപ്പെടെ മധ്യസ്ഥത വഹിക്കാൻ തയ്യാറായി രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം യമനിൽ നിമിഷപ്രിയയുടെ മാതാവ് ഒരു അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ട്. മറ്റന്നാൾ വധശിക്ഷ നടപ്പാക്കരുത് എന്നും ചർച്ചയ്ക്ക് സമയം വേണം എന്നും ആവശ്യപ്പെട്ടുകൊണ്ട് ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകളും പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. SKN ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങൾ നൽകിയത്.